പേര് രാഹുൽ. വയസ്സ് 11. എൻ്റെ പേര് ശ്രീജിത്ത്. എനിക്ക് വയസ്സ് 14. എൻ്റെ പേര് സുനിലാർ. എൻ്റെ വയസ്സ് 12. എൻ്റെ പേര് സുധീഷ്. വീട് 504 മുണ്ടക്കെ. ഞാൻ ആറാം ക്ലാസ്സിൽ ബി സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എനിക്ക് ഇപ്പോൾ 11 വയസ്സുണ്ട്. എൻ്റെ പേര് ലിവിൻ സാവു. 15 വയസ്സുണ്ട്. എൻ്റെ വീട് വെള്ളൂർ. വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അനിയത്തിയുണ്ട്. എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, വല്യമ്മയുണ്ട്. അച്ഛൻ, അമ്മ, ചേച്ചി, 2 ചേച്ചി. വീട്ടിൽ അമ്മ, അച്ഛൻ, ഒരനിയനും ഒരു ചേച്ചിയും ഉണ്ട്. വീട്ടിലെല്ലാവരും സുഖം. എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്. ഞങ്ങൾക്ക് വീടില്ലാത്തത് കൊണ്ട് ഞങ്ങളൊരു അമ്മച്ചിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, അമ്മയുണ്ട്, ചേട്ടൻ. എനിക്കിഷ്ടപ്പെട്ട കളികൾ ഫുട്ബോളും ക്രിക്കറ്റും, പിന്നെ കുറച്ച് കളെന്ന് വെച്ചാൽ റീഡിങ്, സാറ്റ്, മറ്റു പ്ലെയർ. ക്രിക്കറ്റ്, ഫുട്ബോൾ. ചെസ്സ് കളിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഡ്രോയിങ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലുതാകുമ്പോൾ ഒരു അഡ്വക്കേറ്റാണ്. എനിക്കോ? പോലീസ്, ശാസ്ത്രജ്ഞൻ. ക്രിക്കറ്റ് പ്ലെയർ. ഒരു ഡോക്ടർ ആയിട്ടാണ്. എനിക്ക് ഗാന്ധിയെ പോലെ ആയിത്തീരാനാണ് ആഗ്രഹം. എൻ്റെ മാതൃകാ പുരുഷൻ ദൈവമാണ്. ഗാന്ധിജി. എനിക്ക് പഠിക്കാനുള്ള കഴിവും ഞാൻ പെട്ടുപോകുന്ന ആപത്തിൽ നിന്ന് കരകയറ്റുന്നത് കൊണ്ടാണ് എനിക്ക് ദൈവത്തിൽ ഉറച്ച വിശ്വാസമുള്ളത്. സേവാഗ്. അത് നല്ല ക്രിക്കറ്റ് പ്ലെയറാണ് സേവാഗ്. ദൈവം എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന സന്തോഷമാണ് എൻ്റെ സന്തോഷം, അല്ല എൻ്റെ വിശ്വാസം. ഹോസ്റ്റലിൽ വന്നപ്പോൾ ഇവിടെ ആദ്യം ജോർജ് സാറും ഒക്കെ ഉള്ളപ്പോൾ നല്ല സന്തോഷം. എൻ്റെ അമ്മയുടെ സ്നേഹവും വാത്സല്യവും കിട്ടുമ്പോൾ, ഓരോ കളി കളിക്കുമ്പോൾ. എനിക്ക് ഇവിടെ 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി. വീട്ടിൽ അമ്മയുടെ അച്ഛനും എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ, ചേച്ചിമാർ. എന്നുവെച്ചാൽ ഈ പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതാണ് എനിക്ക് എനിക്ക് ഏറ്റവും നല്ലവരായിട്ട് തോന്നുന്നത്. അമ്മയുടെ സ്നേഹം. എൻ്റെ അമ്മേനെയും അച്ഛനെയും ഗുരുക്കന്മാരെയും ദൈവത്തെയും. അച്ഛനും അമ്മ, ചേച്ചിമാർ. പിന്നെ എനിക്ക് വേണ്ട ആവശ്യമുള്ള പഠിപ്പും ഓരോ ഇല്ലാത്തത് വാങ്ങിച്ചു തരാനും എന്നെ ഇത്ര വലുതാക്കി വളർത്തി. എന്നെ കൂടുതലും വളർത്തി. എനിക്ക് അമ്മേനെ ഇഷ്ടമാകുന്നു. ദുഷ്ടന്മാരുടെയും ഭാവികളുടെയും ഓരോ ദുഷ്ടപ്രവർത്തികളിൽ നിന്ന് എന്നെ കരകയറ്റുന്നതിനാൽ ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. അമ്മയും വല്യമ്മയും അവരാണ് എൻ്റെ ഈ ജീവിതത്തിന് വഴിയായിട്ട് ഞാൻ നിൽക്കുന്നത്. ഞാൻ വലുതായി കഴിയുമ്പോൾ സാത്താൻ്റെ കുഴിയിൽ അകപ്പെടാതെ സ്വർഗരാജ്യത്തിൽ എത്തുന്നതിനാണ് താല്പര്യം. എനിക്ക് വലുതാകുമ്പോൾ അമ്മ, ചേച്ചിമാരെ നോക്കണം. നല്ലൊരമ്മയുടെ മകനായി ജീവിക്കാൻ കഴിയണം. എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഇതുപോലൊരു ഹോസ്റ്റലിൽ വളർന്ന് വലുതാകുമ്പോൾ ജോലി കിട്ടുന്ന ആദ്യ ശമ്പളം ഉണ്ട്, പള്ളിയിൽ കൊടുക്കണം. എന്നിട്ട് കുറച്ച് നിന്ന് വീട്ടിലമ്മയെ നോക്കണം.